ഡിയർ സ്റ്റുഡൻസ്, കൊമക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ബികോമിന് ശേഷം ഏതെല്ലാം കോഴ്സ് തിരഞ്ഞെടുക്കാം എന്നതിനെ പറ്റിയൊരു വീഡിയോ ചെയ്തപ്പോൾ പല ഉദ്യോഗാർത്ഥികളും ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് CMA പറ്റിയിട്ട്. CMA പറ്റി മാത്രമല്ല, CS, CA, ACCA തുടങ്ങിയ കോഴ്സിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ CMAയെ പറ്റിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മറ്റുള്ള പ്രൊഫഷണൽ കോഴ്സായിട്ടുള്ള CA, CS, ACCA തുടങ്ങിയ കോഴ്സിനെ പറ്റിയിട്ടും വീഡിയോ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ CMAയെ പറ്റിയിട്ട് എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. CMA എന്ന് പറയുമ്പോൾ നമുക്കറിയാം കോസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. CMA എന്ന് പറയുമ്പോൾ മറ്റൊരു കോഴ്സ് കൂടി ഉണ്ട്, സർട്ടിഫൈഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അപ്പോൾ അതല്ല, നമ്മൾ CMA കോസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, CA, CS, ACCA തുടങ്ങിയ ഈ കാറ്റഗറിയിൽ വരുന്ന ഒരു കോഴ്സാണ്, ഒരു പ്രൊഫഷണൽ കോഴ്സാണ് CMA എന്നുള്ളത്. കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടുള്ള വിദ്യാർത്ഥികൾക്ക്, കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് നിർബന്ധമില്ല, ആർക്കും CMA ചെയ്യാവുന്നതാണ്. അപ്പോൾ കൊമേഴ്സുകാരെ സംബന്ധിച്ചിടത്തോളം, അക്കൗണ്ടിങ്ങും മാനേജ്മെൻറ്റ് ഫീൽഡ് ആയതുകൊണ്ട് തന്നെ കൊമേഴ്സുകാരെ സംബന്ധിച്ചിടത്തോളം നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള, നല്ല ഹൈ സാലറി പ്രതീക്ഷിക്കാവുന്ന ഒരു ബെസ്റ്റ് കരിയർ ഓപ്ഷൻ തന്നെയാണ് CMA എന്നത്. അപ്പോൾ CMA പറ്റിയിട്ട് എന്താണ് എലിജിബിലിറ്റി, കോഴ്സിൻ്റെ ഔട്ട്ലൈൻ എങ്ങനെയാണ്, എക്സാം എപ്പോഴൊക്കെയാണ്, ഡ്യൂറേഷൻ എത്ര സമയം കൊണ്ടാണ് CMA കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക, അതിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമേ ഒരു കാര്യം പറയാം, ഡിഗ്രി പഠിച്ച് പാസ്സാകുന്നത് പോലെ അത്ര സിമ്പിളായിട്ട് CMA പാസ്സാക്കാൻ പറ്റില്ല. CMAക്ക് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒരു ചിട്ടയായ പഠനത്തിലൂടെ മാത്രമേ ഈ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു CMA കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം. എന്തൊക്കെയാണ് ഈ CMAയുടെ എലിജിബിലിറ്റി, അല്ലെങ്കിൽ CMA ആർക്കൊക്കെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതിനു മുമ്പ് രണ്ട് CMA നമ്മൾ കേൾക്കാറുണ്ട്. ഏതാണ്? CMA ഇന്ത്യയുണ്ട്, CMA US ഉണ്ട്. നമ്മളിവിടെ പറയുന്നത് CMA ഇന്ത്യയാണ്. ഓക്കെ, അപ്പോൾ CMA USഉം CMA ഇന്ത്യയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ CMA ഇന്ത്യയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് CMA കോഴ്സ് നടത്തുന്നത്. ഇനി എലിജിബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഏജ് ലിമിറ്റ് ഒന്നും പറയുന്നില്ല, ആർക്ക് വേണമെന്നുണ്ടെങ്കിലും CMA ചെയ്യാം. അപ്പോൾ +2ന് ശേഷം ഒരു കുട്ടിക്ക് CMA ചെയ്യണമെന്നുണ്ടെങ്കിൽ, അത് കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ്, സയൻസ്, ഏത് ബാക്ക്ഗ്രൗണ്ട് ആയിക്കോട്ടെ, ആർക്ക് വേണമെന്നുണ്ടെങ്കിലും CMA ചെയ്യാം. അങ്ങനെ CMA ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഫൗണ്ടേഷൻ എന്നൊരു സ്റ്റേജ് ഉണ്ട്, ഫൗണ്ടേഷൻ ഉണ്ട്, അത് കഴിഞ്ഞ് ഇൻ്റർമീഡിയറ്റ്, ദെൻ ഫൈനൽ. അങ്ങനെയാണ് അതിൻ്റെ ഒരു കോഴ്സ് സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ ഫൗണ്ടേഷനിൽ 4 പേപ്പറുണ്ട്, അതേപോലെ ഇൻ്റർമീഡിയറ്റിൽ 2 ഗ്രൂപ്പായിട്ട് 4 വീതം പേപ്പർ, ഗ്രൂപ്പ് 1ൽ 4, ഗ്രൂപ്പ് 2ലും 4 പേപ്പർ, ദെൻ ഫൈനലിൽ 2 ഗ്രൂപ്പുണ്ട്, ഗ്രൂപ്പ് 1ൽ 4, ഗ്രൂപ്പ് 2ൽ 4. അങ്ങനെ മൊത്തം 20 പേപ്പറാണ് CMAക്കുള്ളത്. ഇനിയൊരു വിദ്യാർത്ഥി ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് CMA കോഴ്സ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് നേരെ ഡയറക്റ്റായിട്ട് ഇൻ്റർമീഡിയറ്റിലേക്ക് കടക്കാം. ഇൻ്റർമീഡിയറ്റ് ലെവലിൽ എക്സാം എഴുതിയാൽ മതി. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ലെവലിൽ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2 ഉണ്ട്, 4 വീതം പേപ്പർ, ഫൈനലിലും അതേപോലെ 2 ഗ്രൂപ്പുണ്ട്, 4 വീതം പേപ്പർ. അപ്പോൾ ഗ്രാജുവേഷൻ കഴിഞ്ഞ കുട്ടികൾക്ക് ഫൗണ്ടേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ CMA ഫൗണ്ടേഷൻ കഴിഞ്ഞവർക്ക് നേരെ ഇൻ്റർമീഡിയറ്റിലേക്ക് കടക്കാം. ദെൻ CS ഫൗണ്ടേഷൻ കഴിഞ്ഞവർക്കും CMA ഇൻ്റർ ചെയ്യാം. CA ഇൻ്റർ കഴിഞ്ഞവർക്ക്, ഇൻ്റർമീഡിയറ്റ് പാസ്സായവർക്കും CMA ഇൻ്ററിലേക്ക് ഡയറക്റ്റായിട്ട് ചെയ്യാം. അപ്പോൾ മനസ്സിലായി +2ന് ശേഷം എങ്ങനെയാണ്, ഡിഗ്രിക്ക് ശേഷം. ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് ഇനി നേരെ ഇൻ്റർമീഡിയറ്റ് ലെവലിൽ എക്സാം എഴുതിയാൽ മതി. ഓരോ ഘട്ടത്തിലും എത്ര വീതം പേപ്പറാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ പേപ്പറാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫൗണ്ടേഷൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷനിൽ 4 പേപ്പറാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ പേപ്പർ 1 ഫണ്ടമെൻറ്റൽസ് ഓഫ് എക്കണോമിക്സ് ആൻഡ് മാനേജ്മെൻറ്റ്, പേപ്പർ 2 ഫണ്ടമെൻറ്റൽസ് ഓഫ് അക്കൗണ്ടിങ്, ആൻഡ് തേർഡ് പേപ്പർ ഫണ്ടമെൻറ്റൽസ് ഓഫ് ലോസ് ആൻഡ് എത്തിക്സ്, നാലാമത്തെ പേപ്പർ ഫണ്ടമെൻറ്റൽസ് ഓഫ് ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇതാണ് ഈ 4 പേപ്പറാണ് ഫൗണ്ടേഷനിൽ പഠിക്കാനുള്ളത്. ഇനി ഇതിൻ്റെ പാസ് മാർക്ക് എത്രയാണ്? അപ്പോൾ ഓരോ സബ്ജക്റ്റിലും 40 മാർക്കാണ് ജയിക്കാൻ വേണ്ടിയത്. 100 മാർക്കാണ് എക്സാം ഉണ്ടാവുക, 100 മാർക്കിൽ 40 വേണം പാസ്സാവാൻ. എന്നാൽ അഗ്രിഗേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 4 സബ്ജക്റ്റും കൂടിയിട്ട് ടോട്ടൽ അഗ്രിഗേറ്റ് മാർക്ക് 400ൽ 200 വേണം. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരു എക്സാമ്പിൾ പറയാം. ഈ 4 പേപ്പറിലും 40 വീതം മാർക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പാസ്സാകും. ഒരു കുട്ടി എന്ത് ചെയ്യും? പാസ്സാകും. ഒരു സബ്ജക്റ്റ് പാസ്സാകും. പക്ഷേ ഈ 40 മാർക്ക് ഓരോ സബ്ജക്റ്റിലും കിട്ടിക്കഴിഞ്ഞാൽ 160 ആകുള്ളൂ. അഗ്രിഗേറ്റ് എത്ര വേണം? 200 മാർക്ക് ഉണ്ടെങ്കിലേ എന്താവുള്ളൂ? പാസ്സാവുള്ളൂ. അപ്പോൾ ഒരു സബ്ജക്റ്റിൽ 40 കിട്ടിക്കഴിഞ്ഞാൽ പാസ്സാകും. പക്ഷേ അഗ്രിഗേറ്റ് നോക്കുമ്പോൾ 200 മാർക്ക് മിനിമം വേണം. അപ്പോൾ ഒരു സബ്ജക്റ്റിൽ 40 മേടിച്ച് കഴിഞ്ഞാൽ മറ്റൊരു സബ്ജക്റ്റിൽ എന്തായാലും 60 മേടിക്കേണ്ടി വരും അല്ലേ? അല്ലെങ്കിൽ ഒരു ആവറേജ് 50 മാർക്ക് വെച്ചിട്ടെങ്കിലും ഓരോ സബ്ജക്റ്റിലും സ്കോർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അഗ്രിഗേറ്റ് മാർക്ക് 200ലേക്ക് എത്താൻ പറ്റുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഈ ഫൗണ്ടേഷനിൽ ഏതെങ്കിലും ഒരു പേപ്പർ ഫെയിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായി? വീണ്ടും ഈ ഫൗണ്ടേഷൻ എക്സാം ആദ്യം എഴുതണം. അപ്പോൾ ഒരു സബ്ജക്റ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും എന്തായി? ഫൗണ്ടേഷൻ ഫെയിലായി. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു പേപ്പറിൽ 40 താഴെ മാർക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫൗണ്ടേഷന് ഫെയിലായി, ആദ്യം വീണ്ടും എഴുതണം. ഓക്കെ, ഇതാണ് ഫൗണ്ടേഷൻ കോഴ്സിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇനി ഇൻ്റർമീഡിയറ്റ് ലെവലിലേക്ക് വരുമ്പോൾ ഇൻ്റർമീഡിയറ്റിൽ 2 ഗ്രൂപ്പാണെന്ന് പറഞ്ഞു. അതിൽ ഗ്രൂപ്പ് 1ൽ ഏതൊക്കെ പേപ്പറാണെന്ന് നോക്കാം. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ലോ ആൻഡ് എത്തിക്സ്, ഡയറക്റ്റ് ടാക്സേഷൻ, കോസ്റ്റ് അക്കൗണ്ടിങ്. ഈ 4 പേപ്പറാണ് ഗ്രൂപ്പ് 1ലുള്ളത്. ഗ്രൂപ്പ് 2ൽ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്, കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഇൻഡയറക്റ്റ് ടാക്സേഷൻ, കമ്പനി അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ്. അപ്പോൾ ഇവിടെയും നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റിനും പാസ്സാവാൻ വേണ്ടിയത്, ജയിക്കാൻ വേണ്ടിയത് 40 മാർക്കാണ്. 100ൽ 40 ആണ്. അഗ്രിഗേറ്റ് ഗ്രൂപ്പ് 1ൽ എത്ര വേണം? 200 വേണം. 400ൽ 200 വേണം. ഈ അഗ്രിഗേറ്റ് എന്ന് പറയുമ്പോൾ ഈ 4 ഗ്രൂപ്പ് 1ൽ എത്ര സബ്ജക്റ്റ് ഉണ്ട്? 4 സബ്ജക്റ്റ്. 4 സബ്ജക്റ്റ് 100 മാർക്കിനാണ് ഉണ്ടാവുക. ഓരോന്നും 100 മാർക്കിന്. അങ്ങനെ ടോട്ടൽ 400. 400ൽ 200 മാർക്ക് അഗ്രിഗേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ എന്താവുള്ളൂ? പാസ്സാവുള്ളൂ. ഇനി ഏതെങ്കിലും ഒരു കുട്ടി ഒരു സബ്ജക്റ്റിൽ 60 മാർക്കിനേക്കാൾ കൂടുതൽ മേടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പേപ്പർ എക്സെപ്ഷൻ കിട്ടും. അവിടെയും കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്ര മനസ്സിലാക്കി വെക്കുക. ഒരു പേപ്പറിൽ ഇൻ്റർമീഡിയറ്റ് ലെവലിൽ ഒരു പേപ്പറിൽ 60 മാർക്കിനേക്കാൾ കൂടുതൽ സ്കോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ പേപ്പർ നെക്സ്റ്റ് എഴുതുമ്പോൾ, അടുത്ത ടൈമിൽ എഴുതുമ്പോൾ എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. പാസ്സാവാൻ 40, പക്ഷേ അഗ്രിഗേറ്റ് എന്ത് വേണം? 200 വേണം. അതേപോലെ തന്നെ ഗ്രൂപ്പ് 2ൻ്റെ കേസിലും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഫൈനൽ ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫൈനൽ ലെവലിലും ഗ്രൂപ്പ് 2 ഉണ്ട്. ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉം. ഗ്രൂപ്പ് 1ൽ കോർപ്പറേറ്റ് ലോ ആൻഡ് കംപ്ലയൻസ്, സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെൻറ്റ് ഡിസിഷൻ മേക്കിംഗ്, ഡയറക്റ്റ് ടാക്സ് ലോ ആൻഡ് ഇൻ്റർനാഷണൽ ടാക്സേഷൻ. അതാണ് ഈ ഗ്രൂപ്പ് 1ലെ പേപ്പർ. ഗ്രൂപ്പ് 2ൽ കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്, ഇൻഡയറക്റ്റ് ടാക്സ് ലോ ആൻഡ് പ്രാക്ടീസ്, കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഡിറ്റ്, ആൻഡ് ദ ലാസ്റ്റ് പേപ്പർ സ്ട്രാറ്റജിക് പെർഫോമൻസ് മാനേജ്മെൻറ്റ് ആൻഡ് ബിസിനസ് വാല്യുവേഷൻ. ഇങ്ങനെ ഈ 4 പേപ്പറാണ് ഗ്രൂപ്പ് 2ലുള്ളത്. അപ്പോൾ ഇവിടെ ഗ്രൂപ്പ് 1ൽ ഗ്രൂപ്പ് 2ലും നമ്മളെന്താവും? സെപ്പറേറ്റ് എക്സാം ഉണ്ടാവുക ഗ്രൂപ്പ് 1ന്. അപ്പോൾ ഇൻ്റർലാണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ. ഗ്രൂപ്പ് 1ന് സെപ്പറേറ്റ് എക്സാം, ഗ്രൂപ്പ് 2ന് മറ്റൊരു എക്സാം. അതേപോലെ ഫൈനലിലും ഗ്രൂപ്പ് 1നും ഗ്രൂപ്പ് 2നും സെപ്പറേറ്റ് എക്സാം ഉണ്ടാവുക. അപ്പോൾ ഗ്രൂപ്പ് 1ൻ്റെ എക്സാമിൽ നമ്മളിപ്പോൾ ഒരു സബ്ജക്റ്റിന് 40 മാർക്ക് വേണം പാസ്സാവാൻ. മറ്റുള്ള കേസ് പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെയും 100ൽ 40 വേണം. അഗ്രിഗേറ്റ് 200 വേണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ കോഴ്സ് ഔട്ട്ലൈനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്, സിലബസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഓരോ ഘട്ടത്തിലും ഏതൊക്കെ പേപ്പറാണ്, എത്രയാണ് പാസ് മാർക്ക് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഇതിൻ്റെ എക്സാം എപ്പോഴാണ് നടക്കാറ്? എക്സാം ജൂണിലും ഡിസംബറിലും വർഷത്തിൽ 2 തവണ എക്സാം നടക്കാറുണ്ട്. ഇനി രജിസ്ട്രേഷൻ ഫീസ് ഫൗണ്ടേഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ 4000 രൂപയാണ്. ഇൻ്റർമീഡിയറ്റ് രജിസ്ട്രേഷൻ ചെയ്യാൻ 20,000. നമുക്ക് എന്ത് ചെയ്യാം? ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടക്കാം. ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് 12,000ഉം സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് 8,000 ആയിട്ട് അടക്കാം. ഫൈനലിന് 17,000 ആണ്. ഇത്രയേ ഉള്ളൂ രജിസ്ട്രേഷൻ ഫീസ്. ഇനി ഇൻ്റർ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻ്ററിൻ്റെ 2 ഗ്രൂപ്പും പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫൈനലിലേക്ക് കടക്കും. അപ്പോൾ ഫൈനലിലേക്ക് കടക്കുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഫസ്റ്റ്,
കമ്പൽസറി ഇൻഡസ്ട്രി ഓറിയൻറ്റഡ് ട്രെയിനിങ് ഉണ്ട് 7 ദിവസത്തേത്, അതെന്താവും ചെയ്യണം. അതേപോലെ പ്രാക്ടിക്കൽ ട്രെയിനിങ് ഉണ്ട്. പ്രാക്ടിക്കൽ ട്രെയിനിങ് 3 വർഷമാണ്. അപ്പോൾ സാധാരണ സി എക്കൊക്കെ 3 വർഷം ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഫൈനൽ എക്സാം എഴുതാൻ പറ്റുള്ളൂ. പക്ഷേ സി എമ്മയുടെ കേസിൽ 6 മാസം ട്രെയിനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈനൽ എക്സാം എഴുതാൻ പറ്റും. പിന്നെ ഫൈനൽ എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഫൈനൽ എക്സാം കഴിഞ്ഞതിന് ശേഷം ട്രെയിനിങ് ചെയ്താലും മതിയാകും. അപ്പോൾ എന്തായാലും 3 വർഷം ട്രെയിനിങ് വേണം. പക്ഷേ ഫൈനൽ എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ 6 മാസം കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫൈനൽ എക്സാമിനേക്ക് പ്രിപ്പയർ ചെയ്യാം, എക്സാം എഴുതി തുടങ്ങാം. അപ്പോൾ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് 6 month പ്രാക്ടിക്കൽ ട്രെയിനിങ് യു ആർ എലിജിബിൾ ടു റൈറ്റ് ദ ഫൈനൽ എക്സാം. 6 മാസത്തെ പ്രാക്ടിക്കൽ ട്രെയിനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈനൽ എക്സാം എഴുതാൻ എലിജിബിളായി. ഓക്കെ, ഇനി സി എം എയുടെ ഡ്യൂറേഷൻ എത്ര കാലം എടുക്കും എന്നുള്ളതാണ്. അപ്പോൾ നോർമലി ഒരു 3 വർഷം കൊണ്ട്, ഏറ്റവും ചുരുങ്ങിയത് 3 വർഷം കൊണ്ട് ഒരു കുട്ടിക്ക് സി എം എ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് ശേഷമാണെന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷന് 6 മാസം കൊണ്ട് എഴുതിയെടുക്കാം. അതേപോലെ ഇൻ്റർമീഡിയറ്റ് 1 വർഷം, ദെൻ ഫൈനലിന് 1 വർഷം. അപ്പോൾ ഫൈനലിൻ്റെ മുന്നേ എന്താണ് പ്രാക്ടിക്കൽ ട്രെയിനിങ് ഉണ്ട് 6 മാസം അല്ലേ. അപ്പോൾ 6 മാസം ആ ട്രെയിനിങ് കഴിഞ്ഞിട്ട് നേരെ ഫൈനലിലേക്ക് കടക്കാം. ഫൈനൽ 1 വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, 3 വർഷം കൊണ്ട് സി എം എ ചെയ്തു. പിന്നെ എന്താ ചെയ്താൽ മതി, ബാക്കിയുള്ള വർഷം പ്രാക്ടിക്കൽ ട്രെയിനിങ് കൂടി എന്ത് ചെയ്താൽ മതി. ആ പ്രാക്ടിക്കൽ ട്രെയിനിങ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഫൈനൽ പാസ്സായി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല കമ്പനിയിൽ ജോലി കിട്ടും. അവിടെ ആ ജോലി ചെയ്യുന്ന കമ്പനിയിൽ എന്ത് ചെയ്യുക, ട്രെയിനിങ് ആയിട്ട് ചെയ്താലും മതിയാകും. ഓക്കെ, അപ്പോൾ അതാണ് മിനിമം 3 വർഷം കൊണ്ട് നിങ്ങൾക്ക് സി എം എ കംപ്ലീറ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കാണെന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ ചെയ്ത് അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞത് അതിനെ ഡിസ്റ്റൻസ് ആയിട്ട് എന്ത് ചെയ്യാം, ഡിഗ്രി ചെയ്യാം. അപ്പോൾ ഈ ഒരു 3 കൊല്ലത്തിനുള്ളിൽ അവർക്ക് ഡിഗ്രിയും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ചിട്ടയായ പഠന രീതി കൊണ്ട് നടന്നാൽ മാത്രമേ ഇങ്ങനെ നമുക്കൊരു 3 വർഷം അല്ലെങ്കിൽ 3.5 വർഷത്തിനുള്ളിൽ സി എം എ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ചുരുങ്ങിയതാണ് പറഞ്ഞത് 3 വർഷം. ഇനിയിപ്പോൾ 3 വർഷം മാത്രമേ സി എം എക്ക് എടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ ആ ഒരു ഉദ്ദേശത്തോടു കൂടി നിങ്ങൾ സി എം എക്ക് ജോയിൻ ചെയ്യരുത്. കാരണം അവിടെ മിനിമമാണ് ഇത്ര പറഞ്ഞത്, പിന്നെ നിങ്ങളുടെ എഫേർട്ടാണ്. നിങ്ങൾ ഉഴപ്പാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ 3 അല്ല, ഒരുപാട് കാലം എടുക്കും. ഓക്കെ, നല്ലപോലെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ 3 കൊല്ലം കൊണ്ട് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി ജോബ് ഓപ്പർച്യൂണിറ്റീസിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് സി എം എ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്ന ജോബ്സ്? CFO, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, അതേപോലെ ഫിനാൻഷ്യൽ അനലിസ്റ്റ്, കോർപ്പറേറ്റ് കൺട്രോളർ, ചീഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫീസർ, ഫിനാൻസ് മാനേജർ, കോസ്റ്റ് അക്കൗണ്ടൻറ്റ്, കോസ്റ്റ് മാനേജർ, പിന്നെ കോസ്റ്റ് ഓഡിറ്റർ, GST ഓഡിറ്റർ തുടങ്ങിയ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസാണ് സി എം എ കഴിഞ്ഞ വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത്. അപ്പോൾ പല ആൾക്കാരും സി എം എ ഇൻ്റർ കഴിഞ്ഞിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്. സി എം എ ഇൻ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലും അത്യാവശ്യം നല്ലൊരു സ്കെയിലിൽ നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടും. അപ്പോൾ ഒരു വിദ്യാർത്ഥി സി എം എ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരിക്കലും വെറുതെ ഇരിക്കേണ്ടി വരില്ല. ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഷുവറാണ്, 100% ജോബ് കിട്ടിയിരിക്കും. ഇനി ആവറേജ് സാലറി എത്രയാണ് എന്നുള്ളതാണ്. ഒരു 6 ലക്ഷം മുതൽ 7 ലക്ഷം വരെ ഒരു ആവറേജ് സാലറി, ഒരു വർഷം സാലറി കിട്ടാവുന്ന ജോലിയാണ് സി എം എക്കാരനെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ. പിന്നെ അവിടെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലം, കമ്പനി, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും പിന്നീട് അങ്ങോട്ട് സാലറി വരിക. അപ്പോൾ ഇന്ത്യയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സാലറി കുറവാകും മറ്റുള്ള ഈ GCC കൺട്രിയോ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രിയൊക്കെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നമ്മൾ എവിടെയാണോ ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് കമ്പനിയാണോ ജോലി ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പിന്നീട് അങ്ങോട്ട് സാലറി എന്നുള്ളത്. അപ്പോൾ ഇത്രയുമാണ് CMA എന്ന കോഴ്സിനെ പറ്റിയിട്ട് പറയാനുള്ളത്. പിന്നെ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം. നമ്മൾ അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചിട്ട് ചെയ്യണമെന്നൊന്നുമില്ല. സ്വന്തമായിട്ട് മെറ്റീരിയൽ നമുക്ക് ICAൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയുടെ സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോസ്റ്റലായിട്ട് സ്റ്റഡി മെറ്റീരിയൽ കിട്ടും. അങ്ങനെ പഠിക്കാം. പക്ഷെ അങ്ങനെ പഠിക്കുന്നവർ വളരെ കുറവാകും. നമുക്ക് കോച്ചിങ് അല്ലെങ്കിൽ നല്ല പ്രോപ്പറായിട്ടുള്ള രീതിയിൽ പഠനം നടക്കണമെന്നുണ്ടെങ്കിൽ CMAൻ്റെ ചാപ്റ്ററിലോ അല്ലെങ്കിൽ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലോ പോയിട്ട് പഠിക്കണം. ഓക്കെ, എന്നാലാണ് നമുക്കൊരു ഗൈഡൻസും പ്രോപ്പറായിട്ടുള്ള രീതിയിൽ പഠനം കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇനി അതല്ല,
ഒരു കുട്ടിക്ക് സ്വന്തം സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്, എനിക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് സ്വന്തമായിട്ടും പഠിക്കാവുന്നതാണ്. ഓക്കെ, അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണമെന്നൊന്നും നിർബന്ധമില്ല എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞു വന്നാൽ. ഓക്കെ, അപ്പോൾ ഇതാണ് CMA പറ്റിയിട്ട് പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ നിങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക, കമൻ്റായിട്ട് ചോദിക്കുക. അറിയുന്നതാണെന്നുണ്ടെങ്കിൽ മറുപടി പറയും. ഇനി അങ്ങോട്ട് നമ്മൾ CA, CS അതേപോലെ ACCA തുടങ്ങിയ കോഴ്സിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് വരും വീഡിയോകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ സീ നെക്സ്റ്റ് ക്ലാസ്.